ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ഇന്ന് സമാപിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഗാന്ധി മൈതാനിൽ നിന്ന് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെയും നേതൃത്വത്തിൽ ലക്ഷങ്ങൾ അണിനിരക്കുന്ന പദയാത്രയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധി മൈതാനിൽ നിന്നും ഇവിടെ നിന്നും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള അംബേദ്കർ പാർക്കിലേക്കാണ് യാത്രയുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സഞ്ചരിക്കാനായി പ്രത്യേകം സജ്ജീകരിച്ച വാഹനമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും. പ്രത്യേകം സജ്ജീകരിച്ചതാണ്. മേൽക്കൂര ഒഴിവാക്കി പ്രത്യേകം സജ്ജീകരിച്ചൊരു ബസ്, 2 ബസ്സുകളാണ് ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത്. 16 ദിവസം കൊണ്ട് 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര കടന്നുപോയി. 1300 കിലോമീറ്ററാണ് യാത്ര പോയിരിക്കുന്നത്. ബുള്ളറ്റിലും തുറന്ന ജീപ്പിലും ഒക്കെ ആയിരുന്നു യാത്ര എന്ന് നമുക്കറിയാം. ഏതായാലും ആ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഒരു വാഹനം ആ ഭാഗത്തു കൂടി കാണാൻ കഴിയുന്നുണ്ട്. വാഹനം ഒരു ഭാഗത്തു കൂടി മറ്റൊരു വാഹനം കൂടിയുണ്ട്. ഇരുപത്തിലാണ് വാഹനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ യാത്ര വൻ വിജയമാണ്. സമൂഹ മാധ്യമങ്ങളിലാകെ വലിയ സ്വീകാര്യത രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിന് ആകെ തന്നെ ഉള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു, ഈ സാധാരണഗതിയിൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജാതി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ളതാണ് പ്രധാനമായും നടക്കുക. പക്ഷേ അതൊഴിവാക്കി ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിലവിൽ കരുതപ്പെടുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. BV ശ്രീനിവാസ് ജി, हम केरला से आ रहे हैं, कैसे चलते हैं? बढ़िया बढ़िया। ये कितने लोग शामिल हो जाएगा? सासाराम आज लाखों के ज़्यादा भीड़ आपको देखने को मिलेगा सड़क पे। आप अंदर जा सकते हैं। अंदर कितना है, अभी टाइम कितना हुआ? अभी 10 बजे भी नहीं हुआ है। अभी 10 बजे 11 बजे लोग आना पहुँचेगा। गांव से लोग निकल आए। लाखों के भीड़ आज जो राहुल जी का जो यात्रा है, ये यात्रा के समापन में इस देश का संविधान को बचाने के लिए राहुल जी के साथ एनडीए सरकार बदल कर सकते हैं क्या? हो देखिए एनडीए किस तरीके से लोग ने, बीजेपी सरकार ने और इलेक्शन कमीशन का जो रवैया है वोट चोरी करने का, राहुल जी का नारा क्या है? वोट चोर गद्दी चोर, वोट चोर गद्दी चोर। देश का जनता ने इस बार इन लोगों को सबक सिखाने का काम करेगा। वो बिहार में राहुल गांधी जी, कर्नाटक में जो माधेपुर में जो वोट चोरी हुआ है उसको लेके प्रेस मीट किया, तमाम विद सबूतों के साथ, एविडेंस के साथ राहुल जी ने पीसी में बताया। आज तक इलेक्शन कमीशन उसका ये नहीं दे पा रहे, सही से उसका सवाल को जवाब नहीं दे पा रहा है। ऐसे कितने सवालों को उन लोग ने साइड लाइन करने में, इसमें कहीं ना कहीं जो इलेक्शन कमीशन का जो मिस्टेक है और भाजपा उसको एनकैश कर रहा है। दे आर नॉट लिविंग ऑन स्मॉल इलेक्शन आल्सो, दे आर टेकन एडवांटेज ऑन फ्रॉम द इलेक्शन कमीशन। द वोट चोर गद्दी चोर। बिहार में अगले सरकार किसका है? यहाँ गठबंधन सरकार होगा 100%। या बिहार का महागठबंधन का सरकार होगा। जनता राहुल जी का जो यात्रा है, इससे बहुत बड़ी लेवल पे मैसेज देने का काम ബിഹാർ का जनता ने करेगी। ഓക്കെ സർ, താങ്ക് യു. BV ശ്രീനിവാസാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ, കഴിഞ്ഞ ദേശീയ അധ്യക്ഷനായിരുന്നു. ഒരു വാഹനം ആ ഭാഗത്ത് കാണാം, നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. ഏതായാലും വലിയ ഒരു മുന്നേറ്റമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ വോട്ടർ അധികാർ യാത്രയെ മാറ്റാൻ കഴിഞ്ഞു. വോട്ടവകാശത്തിന് വേണ്ടിയുള്ള യാത്ര എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. വോട്ടുകൾ മോഷ്ടിക്കപ്പെടുന്നു, അതിനെതിരെയുള്ള യാത്ര എന്ന നിലയിൽ വലിയ ശ്രദ്ധ ഇതിന് ലഭിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും യാത്ര അല്പസമയത്തിനകം തന്നെ ഒരു പദയാത്രയായി ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക്, ഗാന്ധി മൈതാനിൽ നിന്നും അംബേദ്കർ പാർക്കിലേക്ക് എത്തുമ്പോൾ ആ പ്രമേയം ഉയർത്തിയാണ് ഇന്നത്തെ മാർച്ച് സമാപിക്കാൻ ഒരുങ്ങുന്നത്. ബീഹാറിലെ പട്നയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ ബീഹാർ.